പ്രൊമിഷന്റെ കെയർ നേരിട്ട് മനസ്സിലാക്കാൻ പറ്റിയ ഏതെങ്കിലും സാഹചര്യം ഉണ്ടോ? ഇപ്പൊ അല്ലാതെ എന്നോട് ഞാൻ പറഞ്ഞുതരാം. കെയറിങ്ങാ ഇയാളില്ലായിരുന്നു ഞാൻ എന്ത് ചെയ്തേനെ അങ്ങനെയൊക്കെ തോന്നിയൊരു ചില കാര്യങ്ങളിൽ നമുക്ക് അങ്ങനെ തോന്നാറുണ്ട്. കാരണം ചില കാര്യങ്ങൾ തോന്നാറല്ലോ. പറയട്ടെ മനസ്സ് എല്ലാ കാര്യത്തിലും അങ്ങനെ തോന്നും. സ്ലോ ആയിട്ട് മറ്റേ ഹൈലൈറ്റ്സിൽ ഇടാനുള്ളതാ. എനിക്ക് ഡ്രൈവിംഗ് ഭയങ്കര പേടിയുള്ള ആളായിരുന്നു. എന്ന് പറഞ്ഞാൽ എനിക്കൊരു ലോറി പോകുന്ന കാണുമ്പോൾ പേടിയായിരുന്നു. ഞാനൊരു സൈക്കിൾ ഓടിക്കില്ല, ഞാൻ 2 വീലർ ഓടിക്കാറില്ല. സൈക്കിൾ ഞാൻ ഓടിക്കും, പക്ഷെ ഞാൻ റോഡിലേക്ക് പോയിട്ടില്ല സൈക്കിളും കൊണ്ട്. സൈക്കിൾ ഞാൻ ചവിട്ടും, പക്ഷെ റോഡിലേക്ക് ഞാൻ സൈക്കിൾ കൊണ്ട് പോയിട്ടില്ല. അല്ല അങ്ങനെയല്ല, വീടിന്റെ അവിടെയൊക്കെ നമ്മള് നമ്മുടെ വഴി അതൊക്കെ ഉണ്ടല്ലോ, അവിടെയൊക്കെ ചവിട്ടും, പക്ഷെ റോഡിലേക്ക് പോയിട്ടില്ല എന്ന് പറഞ്ഞു. അപ്പൊ അതുകൊണ്ട് എനിക്ക് ഭയങ്കര പേടിയുണ്ടായിരുന്നു. പക്ഷെ ഈ പറഞ്ഞ പോലെ നമുക്ക് അങ്ങനെ ഒരു പേടി കംപ്ലീറ്റ്ലി എനിക്ക് ഇല്ലാണ്ടായത് ശരിക്കും പ്രോമിയുള്ളത് കൊണ്ട് തന്നെയാണ്. അതെങ്ങനെയാണ്? ഞാൻ സൈക്കിൾ ഓട്ടാൻ ഭയങ്കര മിടുക്കനാ. അതെ അതെ, എത്രയോ പെൺപിള്ളേരുടെ ഒരു ടയറില് ഞാൻ ഒരു ഫ്രണ്ടൊക്കെ പൊക്കി ഞാനിങ്ങനെ ഒരു ടയറിലൊക്കെ ചവിട്ടുമായിരുന്നു. ഓ, പിന്നെ ദുബായിലൊക്കെ സൈക്കിൾ ഓട്ടറിന്റെ ബാലൻസ് ഉണ്ടെങ്കിൽ ലൈസൻസ് കിട്ടാൻ എളുപ്പമല്ലേ പതിവേട്ടാ. അപ്പൊ ഇപ്പൊ നമ്മള് പൊടികളൊക്കെ ഇട്ടു. ഇനി നമ്മള് താറാവിടാൻ പോവാണേ. നമ്മള് താറാവിടാൻ പോവാണേ. താറാവിട്ടോട്ടെ. എനിക്ക് മനസ്സിലാവുള്ളൂ നിങ്ങൾ എന്തിനാ കൈയടിക്കണേ. അല്ല, കടയൊക്കെ ഉദ്ഘാടനം ചെയ്യണ പോലെ. ഇന്നത്തെ പരിപാടിയിൽ താറാവിടാനായിട്ട് മുഖ്യാതിഥിയായി ഇവിടെ എത്തിയ നിതാ പ്രോമിയെ അങ്ങനെ ഉദ്ഘാടനങ്ങളൊക്കെ വന്നിട്ടുണ്ടോ? അല്ല, അങ്ങനെ ഉദ്ഘാടനങ്ങളൊക്കെ വരുന്ന സമയത്ത് ശരിക്കും വെച്ചേ, ആ ചട്ടി ശരിക്കും വെച്ചേ. അല്ല, ഈ ഉദ്ഘാടനങ്ങളൊക്കെ വരുന്ന സമയത്ത് അപ്പോ ആളുകളുടെ നേരിട്ടുള്ള സ്നേഹം, ഞാനൊരു സെലിബ്രിറ്റി തന്നെയാണല്ലോ എന്നുള്ള തിരിച്ചറിവ് അങ്ങനെയൊക്കെ തോന്നാറുണ്ട്. കാരണം ഇപ്പൊ കുറെ നാളായില്ലേ, ഇപ്പൊ പണ്ട് വെറുതെ അല്ല ഭാര്യയൊക്കെ തുടങ്ങിയ സമയത്ത് മുതൽ നമ്മള് ഉദ്ഘാടനങ്ങളൊക്കെ വരാറുണ്ട്. അപ്പോൾ ആ സമയത്ത് നമുക്ക് അവിടെ ചെന്ന് നിൽക്കുമ്പോൾ ഭയങ്കര അത്ഭുതം തോന്നും. ഇവര് ഇത്രയും സീരിയസ് ആയിട്ട് അവരോട് പറഞ്ഞോണ്ടിരിക്കും, മിച്ചർ കഴിച്ചോണ്ടിരിക്കുന്ന 3 ആൾക്കാരെ ആദ്യമായിട്ട് പറയേ. അതല്ല ഇതിന്റെ രസം, ഒരു എരിവുളിയൊക്കെ ഉണ്ടെങ്കിലല്ലേ ഒരു സുഖമുള്ളൂ. പറഞ്ഞോളേ. അല്ല, നിങ്ങൾ ഒരുമിച്ച് അല്ല കട ഉദ്ഘാടനം ചെയ്തിട്ടുണ്ടോ? ഇഷ്ടം പോലെ. അല്ല, അപ്പൊ ഒരു ഉള്ളിൽ ഭയം ഉണ്ടാവോ? നമ്മൾ ഉദ്ഘാടനം ചെയ്ത കടയല്ലേ, എന്താവോ അതിന്റെ ഭാവി എന്നൊക്കെ? എനിക്ക് ഭയം ഒന്നും നമുക്ക് തരാനുള്ളത് തരുമോ എന്നുള്ളൊരു ഭയം. അല്ലാണ്ട് എന്തൊക്കെ കടകൾ ഉദ്ഘാടനം ചെയ്തിട്ടുണ്ട്? ഒരുപാട് വെറുതെ എല്ലാ ഭാര്യ കഴിഞ്ഞ സമയത്ത് അത് കഴിഞ്ഞപ്പോ നമ്മുടെ ആവേശം മാറി. ഇപ്പോഴും കഴിഞ്ഞ ആഴ്ച നമ്മളെ പാലക്കാട് അങ്ങനെ ദൂരേക്ക് വിളിച്ചല്ലോ നല്ല കാര്യത്തിന്. സുൽത്താൻ ബത്തേരി അങ്ങനെയൊക്കെ വിളിക്കുമ്പോ ആരെയും ദൂരം കൂടുതലല്ലേ, അതുകൊണ്ട് പോയില്ല. ഇതേപോലെ ഈ ആക്ടിങ് കരിയറിലൊക്കെ ഭയങ്കരമായിട്ട് ഫോക്കസ് ചെയ്യാത്തത് ഒരു സെറ്റായി പോയി പിന്നെ തോന്നിയിട്ടുണ്ടോ? എനിക്കോ? ഞങ്ങൾ ഭയങ്കരമായിട്ട് ഫോക്കസ് ചെയ്തായിരുന്നു, എന്നെ ആരും വിളിച്ചില്ല. ഞാൻ ഭയങ്കരമായിട്ട് ഫോക്കസ് ചെയ്തായിരുന്നു. പിള്ളേർ ഇപ്പൊ ഫോക്കസ് ചെയ്തോണ്ടിരിക്കുക. പക്ഷെ വിളി വേണമല്ലോ. എപ്പോഴെങ്കിലും അങ്ങനെ കോൾസ് വരുന്ന സമയത്ത് പോവുക? പോകുന്നുണ്ട്. ഓഡീഷൻ ഒന്നും അല്ല ഞാൻ പറയണേ, നമ്മളല്ലാണ്ട് ഇപ്പൊ ഞാൻ 2 സിനിമ ചെയ്തു. ഇപ്പൊ ഇന്റർവ്യൂ ഒക്കെ വന്നതിന് ശേഷം നിങ്ങൾ ഈ ഫാമിലി മൊത്തം തിരിച്ചറിയുന്ന ഒരു പരിപാടി ഉണ്ടല്ലോ. അത് ഇന്റർവ്യൂ വന്നാനല്ല, അതിന് മുമ്പ് ഞങ്ങള് 10-12 കൊല്ലമായില്ലോ ഞങ്ങള്. അങ്ങനെയല്ല, 12 years ബിഫോർ വെറുതെ എല്ലാ ഭാര്യ തുടങ്ങി ഞങ്ങളെ തിരിച്ചറിയുമായിരുന്നു. അത് ശരിയാണ്. എന്നാലും ഇപ്പൊ നിങ്ങളുടെ ഈ ബോണ്ടിങ്ങും തഗ് ലൈഫും അതിന്റെ ഒരു സുഖം ഉണ്ടല്ലോ, ഭയങ്കര എന്റർടൈനിങ് ആയിട്ടുള്ള ഒരു പാക്കേജ് ആണ് നിങ്ങൾ നല്ല രീതിയിൽ. അങ്ങനെ ആളുകൾ വന്നിട്ട് എന്തൊക്കെ ചോദിക്കുന്നത്? അല്ല, ആൾക്കാർക്ക് നല്ല റെസ്പോൺസാണ് ആൾക്കാരുടെ നിന്ന് കിട്ടുന്നത്. ഞങ്ങൾ കഴിഞ്ഞ ദിവസം എറണാകുളത്ത് മേത്ര ബസാർ എന്ന് പറഞ്ഞ സ്ഥലത്ത് പോയി. വെറുതെ പോയതാ. ഞാൻ ഒരു പഴയ എൻ്റെ ഇതൊക്കെ വെറുതെ ഒന്ന് ഈ ക്രിസ്മസിൻ്റെ ദിവസം ഭയങ്കര തിരക്കായിരുന്നു അവിടെ. ഭയങ്കര തിരക്കെന്ന് പറഞ്ഞാൽ നമ്മൾ ഞെട്ടിപ്പോകും. മേത്ര ബസാറിൽ ക്രിസ്മസിന്റെ ഒരു സെയിൽ തുടങ്ങിയിട്ട് നമ്മളിങ്ങനെ എന്താ പറയുക, ഒരു 5000 ആളാ ഇച്ചിരി സ്ഥലത്ത് ഇങ്ങനെ കുത്തി തള്ളി നിൽക്കണേ. അപ്പൊ അതിൻ്റെ ഇടയ്ക്കുള്ള ഞാൻ അത്രയും തിരക്കുണ്ടാവുന്ന ഞങ്ങൾ വിചാരിച്ചില്ല. ഞങ്ങൾ പോയെങ്കിലും അത്രയും തിരക്കിൽ പോലും എല്ലാവരും ഞങ്ങളെ റെക്കഗ്നൈസ് ചെയ്യുകയും ഞങ്ങളെ പറയുകയും ഞങ്ങളോട് ചോദിക്കുകയൊക്കെ ചെയ്യും. അപ്പൊ ഇപ്പൊ ഞങ്ങളെ കാണുമ്പോൾ ആദ്യം ചോദിക്കുന്നത് പിള്ളേരെവിടെയാന്നാ, റോഡിത്ത് എവിടെ, റിച്ചാർഡ് എവിടെയെന്നൊക്കെ ചോദിക്കണേ. ഇവരുടെ ഭാവി പരിപാടി സിനിമയിലേക്ക് തന്നെ ആയിരിക്കും എന്ന് അവര് തീരുമാനിക്കട്ടെ. അവരുടെ ഭാവി ഇതൊക്കെ ആയിരിക്കും അവന്മാരുടെ ആഗ്രഹം. പക്ഷെ ഒരു ചെറിയ ആഗ്രഹമുണ്ട്. നായകന്മാരായിട്ട് ലോഞ്ച് ആവാൻ ഇഷ്ടം? അല്ല, വില്ലൻ.
അങ്ങനെ ആവാലോ. ലാലേട്ടനൊക്കെ ആദ്യം വില്ലനായിട്ടല്ലേ തുടങ്ങിയത്. അതിനൊരു വഴിയുണ്ടല്ലോ. ഇരിക്കട്ടെ. ഏതില്ലത്തെയാ നോമിന് എന്താ ആഗ്രഹം? ഇല്ല പറ. പറഞ്ഞ പോലെ കിട്ടിയാൽ ഞങ്ങളുടെ മുമ്പിലേക്ക് വരുന്ന ഒരു അവസരങ്ങൾ ഞങ്ങൾ വേണ്ടാന്ന് വെക്കാറില്ല. നിത ആയാലും ഞങ്ങളൊക്കെ ആയാലും ഞങ്ങളെ കൊണ്ട് സാധിക്കുന്ന സാധനങ്ങളാണ് ഞങ്ങൾ ചെയ്യും. ഓക്കെ. പിന്നെ മോഡലിംഗ് കുറച്ചുകൂടി താല്പര്യമുണ്ട്. ഈ മകളെ ഇപ്പൊ ഇത് ഒരു സെക്യൂർ ആയിട്ടുള്ള പ്രൊഫഷൻ ചൂസ് ചെയ്യൂ അങ്ങനെയൊന്നും പറഞ്ഞിട്ട് ഉപദേശിക്കാനൊന്നും തോന്നിയിട്ടില്ല. അതിനുള്ള അവനിപ്പോ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസിൽ എഞ്ചിനീയറിംഗ് ചെയ്യാണ്. ഓക്കെ. ഇവൻ 11th. അപ്പൊ ഇവരെ കൊണ്ട് ഒരു ഡിഗ്രി എടുപ്പിച്ച് അവരുടെ പണിക്ക് പൊക്കോളണം. ദീർഘവീക്ഷണമുള്ള ഒരാളാണ്. പിന്നെ അത് ബാക്കിയുള്ള ഞങ്ങളുടെ കഴിഞ്ഞിട്ട് എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഞങ്ങളുടെ കഴിഞ്ഞിട്ട് ഉപദേശിക്കാറൊക്കെ ഉണ്ടോ? ഞാനോ? പിന്നെ അല്ല ഇവര് എന്നെ ഉപദേശിക്കാറുണ്ടോ? ബൈ ബൈ. അല്ല അങ്ങനെ ഒരു സന്ദർഭം പോലും വരാറില്ല. ഓ വാ. ഇപ്പൊ നമ്മുടെ താറാവ് ഏതവസ്ഥയിലിരിക്കുന്നത്? താറാവ് കോഴിയായി. നമ്മുടെ താറാവ് നമ്മുടെ മസാലയും സവോളയൊക്കെ ഇട്ട് വെച്ചിട്ടുണ്ട്. ഓക്കെ. ഇതിൻ്റെ കൂടെ തന്നെ ഇപ്പം നമ്മളിത് സാധാരണ നമ്മൾ ഉണ്ടാക്കുമ്പോൾ ഒരുപാട് ഗ്രേവിയിൽ ഉണ്ടാക്കണം എന്നില്ല. ഇത് അപ്പത്തിന് വേണ്ടിയിട്ട് ഉണ്ടാക്കുന്നത് കൊണ്ട് കുറച്ച് ഗ്രേവി വേണം. അല്ലേ? അപ്പോൾ അപ്പത്തിന് ഉണ്ടാക്കുമ്പോൾ അതിൽ വേണമെങ്കിൽ നമുക്ക് ഉരുളക്കിഴങ്ങ് ആഡ് ചെയ്യാം. മനസ്സിലായോ? സാധാരണ നമ്മൾ ഡക്ക് റോസ്റ്റ് ഉണ്ടാക്കുമ്പോൾ അതിൽ ഉരുളക്കിഴങ്ങൊന്നും ഇടണമെന്നില്ല. ഇത് അപ്പത്തിനായതുകൊണ്ട് ഇതിൽ ഉരുളക്കിഴങ്ങ് കൂടെ ആഡ് ചെയ്യും. ഞാൻ മേടിച്ചു അപ്പൊ ഉരുളക്കിഴങ്ങ് ഇട്ടോട്ടെ. ഞാൻ മേടിച്ചു ഉരുളക്കിഴങ്ങല്ലേ? അതെ. അത് പറ. സ്പെഷ്യൽ താങ്ക്സ് ടു ഉരുളക്കിഴങ്ങ് സ്പോൺസർഡ് ബൈ. സ്പോൺസേർഡ് അല്ല, ഇതെല്ലാം ഞാൻ മേടിച്ചു കൊടുക്കണം. ഉരുളക്കിഴങ്ങ് പവേർഡ് ബൈ പ്രോമി. ആകെ വാങ്ങിക്കൊണ്ടുവന്നൊരു സാധനമാണ് ഉരുളക്കിഴങ്ങ്. പ്രോമി സാധനങ്ങൾ വാങ്ങിക്കാറില്ല, ഞാനാ വാങ്ങിക്കാറ്. എന്നെ അപമാനിക്കുക എന്നുള്ളതാണ് നിതയുടെ ലക്ഷ്യം. ഞാൻ എപ്പോഴും നിതേനെ അപമാനിച്ചോ നിത? ശരിക്കും പ്രോമിച്ചേട്ടന്റെ റോൾ എന്താ വീട്ടില്? അതെ കേട്ടില്ല. ഈ വക ചോദ്യങ്ങൾ ചോദിക്കേണ്ടി വരുന്നല്ലേ? അങ്ങനെയല്ല, അത്യാവശ്യ സന്ദർഭങ്ങളിൽ പ്രോമി ഇങ്ങനെ സാധനങ്ങൾ വാങ്ങിച്ചോണ്ട് വരണം, സാധനങ്ങളൊക്കെ വാങ്ങിച്ചോണ്ട് വരണം എന്നൊക്കെ പറഞ്ഞാൽ വാങ്ങിച്ചോണ്ട് വരും. പുള്ളി കടയൊക്കെ അടച്ച് ഒരു പരിവായിട്ടായിരിക്കും വീട്ടിലേക്ക് വരുന്നത്. അപ്പം അതിൻ്റെ ഇടയിൽ കൂടെ ഞാൻ പിന്നെ സാധനം കൂടി വാങ്ങിക്കാൻ പറയണ്ടല്ലോ. അപ്പോൾ എനിക്ക് സമയം കിട്ടുന്ന സമയങ്ങളിൽ ഞാൻ പോയി ലൈക്ക് ഇങ്ങനത്തെ നമ്മുടെ വീട്ടാവശ്യത്തിനുള്ള സാധനങ്ങളൊക്കെ വാങ്ങിക്കും. അല്ലാത്ത സമയങ്ങളിൽ ഇപ്പോൾ സൺഡേ ഞങ്ങൾ ഫ്രീ ആയിട്ടിരിക്കുന്ന സമയത്ത് ഈ നോൺ വെജൊക്കെ വാങ്ങിക്കാൻ പോകുമ്പോൾ പ്രോമി വരും. അങ്ങനെ പുള്ളി ആകെ ഫ്രീ ആയിട്ടുള്ള ദിവസം സൺഡേ ആണ്. ബാക്കിയുള്ള ദിവസവും ഷോപ്പിൽ പോകണല്ലോ. ജോലിയില്ല. സൺഡേ ഞാൻ ഫ്രീ ആണ്. ഇനി നമുക്കിത് അടച്ചു വെക്കാം കുറച്ച് നേരം. ആണോ? അത്രയും വലിയൊരു ആനന്ദകരമായ കാര്യം ചെയ്യടാ. നീ അത് അടച്ചിട്ട് വന്നേ ഇവിടെ പെട്ടെന്ന് അടുത്ത പണിയുണ്ട് അവർക്ക്. അപ്പൊ ഇത് അടച്ച് ഒന്ന് ചൂട് കയറി ഒന്ന് ചെറുതായിട്ടൊന്ന് ചൂട് കയറി കഴിഞ്ഞ് കഴിയുമ്പോൾ നമുക്ക് ഇതിലേക്ക് തേങ്ങാപ്പാൽ ഒഴിച്ചു കൊടുക്കാം. അപ്പൊ തേങ്ങാപ്പാലിൽ ഇരുന്നത് വേവണം. ഓക്കെ. അപ്പൊ തേങ്ങാപ്പാലിന്റെ ഫ്ലേവർ ആണ് നമുക്ക് കിട്ടാനായിട്ട് പോകുന്നത്. അതെ. അപ്പൊ എന്തായാലും തേങ്ങാപ്പാലിന്റെ ഫ്ലേവർ അല്ല, താറാവ് കറിയിൽ തേങ്ങാപ്പാൽ വരുന്നതിന്റെ ഫ്ലേവർ. എനിക്ക് എന്നെ തന്നെ ആലോചിച്ചു. തേങ്ങാപ്പാലിന്റെ കേട്ടസി കൊടുത്തേ. തേങ്ങ ചരണ്ടിയത് ശരിക്കും തേങ്ങ ഞാൻ പിഴിഞ്ഞത്. ഓടാ, ഇനി എന്ത് വേണം നമ്മുടെ ഫാമിലെ തെങ്ങ്. അപ്പൊ ഇത് ഇത്തിരി ചൂട് ഇച്ചിരി തീ കൂട്ടിട്ടെ. തീ കൂട്ടിയാണ് ഇടണ്ടേ ചേട്ടാ? കൂട്ടിക്കോളൂ. ഇത്ര മതിയോ? അതിൽ ശ്രദ്ധ എനിക്കുണ്ടെന്ന് കാണിക്കാൻ വേണ്ടിട്ടാണ്. അത് ശരിയാ. നിങ്ങളുടെ ഒരു സെറ്റ് ഓഫ് ജനറേഷൻ അല്ലേ ഈ പേരൊക്കെ ആദ്യം വിളിച്ചു തുടങ്ങിയ ഭർത്താവിനെ? അതെ. എപ്പോഴെങ്കിലും അപ്പൊ അങ്ങനെയൊന്നുമില്ല എന്റെ അല്ലേ? ഇല്ല. അതിന് മുമ്പൊക്കെ പേര് വിളിക്കുന്നവരുണ്ട്. ഞാൻ കല്യാണം ഉറപ്പിച്ചു കഴിഞ്ഞപ്പോ നമ്മളിങ്ങനെ ഫോണൊക്കെ വിളിച്ചു തുടങ്ങുമല്ലോ കല്യാണം ഉറപ്പിക്കലൊക്കെ കഴിഞ്ഞ് കഴിയുമ്പോ. അപ്പൊ ഞാൻ പ്രോമിയോട് ചോദിച്ചു, പ്രോമിനെ ഞാൻ എന്താ വിളിക്കണ്ടേ? ചേട്ടാന്ന് വിളിക്കണോ, ഇച്ചാന്ന് വിളിക്കണോ,
പ്രോമി അങ്ങനെ കുറെ ഓപ്ഷൻസ് ഞാൻ ചോദിച്ചു. ഓപ്ഷനേ. ആ അപ്പൊ എന്നോട് പറഞ്ഞു വേണ്ട എന്നെ പ്രോമിന്ന് വിളിച്ചാൽ മതി എന്ന് പറഞ്ഞു. ഓക്കെ. അപ്പൊ എന്നോട് അവരെ വീട്ടിലെല്ലാരും പറയുന്നത് ഭർത്താവിനെ പേര് വിളിക്കരുത് എന്നൊക്കെ പറഞ്ഞ് അങ്ങനെ പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ടാണ് ഞാൻ ഇച്ചിരി ബഹുമാനം കൂട്ടി അങ്ങനെ ചോദിച്ചത്. അപ്പൊ പ്രോമിന്ന് മതി എന്ന് പറഞ്ഞു. ഓക്കെ, പിന്നെ ഞാൻ പ്രോമിന്ന് വിളി തുടങ്ങി. അപ്പൊ നമ്മള് അങ്ങനെ ഒരാളെ പേര് വിളിച്ച് സെറ്റായാൽ പിന്നെ നമുക്ക് മാറ്റാൻ ബുദ്ധിമുട്ടാണ്. കല്യാണം കഴിഞ്ഞ് കഴിഞ്ഞ ഒരു മാസം 2 മാസം കഴിഞ്ഞ് കഴിഞ്ഞപ്പോ എന്നോട് പറയാ എന്നെ ചേട്ടാന്ന് വിളിക്കാൻ. ഞാൻ പറഞ്ഞു ഇനി അത് നടക്കൂല. ഒരു ആവേശത്തിന്റെ പുറത്ത് അന്ന് മറ്റേത് കിട്ടിയപ്പോ ഞാൻ വിചാരിച്ചു വിളിച്ചോ എന്നൊക്കെ പറഞ്ഞു. ആവേശം കുറച്ച് ചേട്ടാന്ന് ഒരാൾ പറയാണ് ഏതാന്നും പറ്റില്ല. അല്ല അത് അങ്ങനെ പറഞ്ഞു കഴിഞ്ഞപ്പോ ഞാൻ പറഞ്ഞു എനിക്കത് ഇപ്പൊ ഒരു 3-4 മാസമായിട്ട് നമ്മളിങ്ങനെ പ്രോമി എന്ന് പറഞ്ഞ് വിളിച്ചത് സെറ്റായി പോയി. പിന്നെ പ്രോമി ചേട്ടാ എന്തോ വിളിക്കാൻ പറ്റണം. എത്ര വർഷമായി പോയി കഴിഞ്ഞിട്ട്? 3.5. ഈ ചിങ്ങം വരുമ്പോ 4. അങ്ങനെ ഒരിക്കലും സാധിക്കില്ല. അപ്പൊ പിന്നെ പിള്ളേര് അപ്പൊ ഈ ചോപ്പ് എടുത്തിരിക്കുന്ന 2 പേരെ അത് ഞങ്ങള് അതെ ഹൈബ്രിഡ് വാഴ വെച്ച പോലെ ആയിപ്പോയത്. ഞങ്ങളുടെ കല്യാണം 20 വർഷമായി. ആണോ? 20 years. 20 വർഷം മുമ്പ് ഒരാള് ചോദിച്ച കാര്യം ഇപ്പൊ കൊടുത്തൂടെ? പ്രോമി ചേട്ടാന്നാണോ പറയണ്ടേ? പ്രോമി ചേട്ടാ. അയ്യേ, ഞാൻ ആദ്യം പറഞ്ഞ തന്നൂടെ എന്ന് ചോദിച്ചേ. അതന്നെ ഞാനതിന് ഉദ്ദേശിച്ചത്. ഉമ്മയായിരിക്കും ഈ ഉമ്മ കൊണ്ട് നിറഞ്ഞല്ലോ. ആദ്യമായിട്ട് എനിക്കൊരു കുക്കിംഗ് വീഡിയോ ഇത്രയധികം ഉമ്മ. അയ്യേ ഞാൻ ടൈപ്പല്ല. അല്ല ഞാൻ പറഞ്ഞ സാധനം പ്രോമിച്ചേട്ടോ ഉമ്മയാണോ? അല്ല ഞാൻ ഉമ്മയല്ല, മറ്റേ പ്രോമിച്ചേട്ടോന്ന് വിളിക്കുന്ന സാധനം ഞാൻ എടുക്കാൻ. ഇതാ ഞാൻ ഇംഗ്ലീഷിലേക്കാം. അയ്യേ വിളിച്ചോ? എനിക്ക് ഞാൻ മറ്റേ സാധനം പറയട്ടെ. വിളിച്ചു തരുവാ. അല്ല ഞാൻ പറയട്ടെ. അപ്പൊ നീ ഇങ്ങോട്ട് ഇരിക്കണം. അതല്ല ഞാൻ പറഞ്ഞോളാം. സ്റ്റാർട്ട്. ആർട്ടിസ്റ്റ് റെഡി? റെഡി എന്ന് പറഞ്ഞു. ഇത്രയ്ക്ക് ബിൽഡപ്പോ? എന്തായാലും നമ്മുടെ ഇത്രയും ഓവറാക്കിയ സ്ഥിതിക്ക് അതെ താറാവ് കരിഞ്ഞു പോകും. പെട്ടെന്നോട്ടെ. ആർട്ടിസ്റ്റ് റെഡി? ചേട്ടാ. അയ്യോ അതെന്തൊട്ട് സൗണ്ടാ? വേറെ ഇല്ലാത്ത സൗണ്ട് സൗണ്ടിൽ വിളിച്ചാൽ മതി. പ്രോമി ചേട്ടാ. പ്രോമി ചേട്ടാ. ഒന്നുകൂടി വിളിച്ചേ. ഇനി ഞാൻ വിളിക്കില്ല. വിളിച്ചേ. വേണ്ട, പോയി. ഞാൻ വിളിക്കില്ല.